പൈപ്പില് വെള്ളം വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വെള്ളം എത്തിക്കാം. ഇതെന്റെ വാക്കാണ്. ഡാം തുറക്കൂ. പോയിക്കൂടെ നിനക്ക്? നീ എന്താ അന്ധനാണോ? ഞാൻ കണ്ണു കാണാത്തവനല്ല, ഹണിയാണ്. ഹലോ കേട്ടോ, മേഡം 5 കിലോ ടൊമാറ്റോ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് വേണ്ട. പച്ചക്കറി കടക്കാരൻ വെറുതെ പച്ചമുളക് തന്നാലും അത് വേണ്ട. അത് വാങ്ങിയാൽ എന്റെ കാര്യം പോക്കാം. സംശയമുണ്ടോ? പക്ഷെ എന്റെ അടുത്ത് ക്യാഷ് ഇല്ലല്ലോ. ATM-ൽ നിന്ന് എടുക്ക്. പിന്നെ ATM-ൽ പൈസ എടുക്കുമ്പോ എത്തി നോക്കരുത്. ആരെങ്കിലും കാണാനിടയായ നീ ATM-ൽ തലയിട്ട് പണം മോഷ്ടിക്കുകയാണെന്ന് വിചാരിക്കും. എനിക്ക് ATM നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. കാരണം എന്റെ ATM കാർഡ് ATM മെഷീന്റെ അകത്താ ഉള്ളത്. കാർഡിന് വേണ്ടി ഞാൻ 3 പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞു. നീ 5 കിലോ ടൊമാറ്റോ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോട്ട് വാ. കയ്യിൽ കാശില്ലാത്ത നീ എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? കയ്യിൽ കാശില്ലാത്തവൻ ഫോണിൽ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായോ? വെള്ളം. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്റെ വാട്ടർ ബോട്ടിൽ എടുക്കും നീ? ഞാൻ വേണമെങ്കിലേ വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ അങ്ങ് തിരിച്ചു തന്നേക്കാം. സോറി. സിയമംഗളെ, എന്താ സംഭവിച്ചത്? കാറിനെ ഇങ്ങനെ മുകളിലേക്ക് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അങ്ങേക്ക് ലിഫ്റ്റ് കയറി പോയാ പോരെ? എടാ മണ്ട, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. കാറിനകത്തേക്ക് ഒരു കാക്ക പറന്നു വന്നിരുന്നു. മാത്രമല്ല അതെന്റെ വെള്ളക്കുപ്പി എടുത്തോണ്ട് പോയി. അവനെ വെറുതെ വിടാൻ പാടില്ല. വിഷമിക്കേണ്ട അങ്കിൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളം എടുത്തോണ്ട് വരാം. എടാ മണ്ട ശിരോമണി, വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കൂടെടാ. അങ്കിളിന്റെ കാറിന്റെ ടയർ ഊരി പോയിരിക്കുക. 2 ടയറിൽ വണ്ടി ഓടിച്ചു പോയാൽ സ്കൂട്ടറിൽ ട്രിപ്പിൾസ് പോവാണെന്ന് പറഞ്ഞ് പോലീസുകാരെ പിടിച്ച് പെറ്റിയടിക്കും. ഞാൻ ഫോൺ ചെയ്ത് ആംബുലൻസിനെ വിളിച്ചു വരുത്താം. നീ ഒരു നല്ലവനാ മോനെ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ എന്റെ പവറുകൾ ഞാൻ നിനക്ക് തരാം. ഈ നഗരത്തെ സംരക്ഷിക്കണം. മനസ്സിലായോ മോനെ? അങ്കിള് പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഞാനൊരു മനുഷ്യനല്ലല്ലോ, ഞാനൊരു പൂച്ചയല്ലേ. ഇപ്പോൾ കിട്ടിയ വാർത്ത, സിഎമ്മിന്റെ എല്ലാ പവറും ഹണി എന്നുള്ള ഒരു പൂച്ചയ്ക്ക് നൽകിയിരിക്കുകയാണ്. చూసారుగా ఈ తాజా సమాచారాన్ని మన కొత్త సీఎం హనీ. ഹലോ, എന്റെ പൊന്നപ്പോ, എവനെന്തിനാണ് പോലീസുകാർ പൊക്കിയത്? അടിപൊളി. ഹണി 5 മിനിറ്റ് പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഹണിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടാവും. സംശയമുണ്ടോ? ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല സാർ. ഇവനെ വിട്ടേക്കൂ. എടാ വാ ഹണി, നമുക്ക് വീട്ടിനകത്തേക്ക് പോകാം. വേണ്ട, മതിയാക്ക്. ഞാനിപ്പോ CM ആണ്. CM? നീ തക്കാളി വാങ്ങാൻ വേണ്ടി പോയതല്ലേ? ഇപ്പൊ CM ആയി തിരിച്ചു വന്നോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ പൊന്നപ്പോ, എവന് സിഎമ്മിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ലല്ലോ. പിന്നെ എവൻ എങ്ങനെയാ CM ആയത്? സിഎമ്മിന്റെ വണ്ടി ആക്സിഡന്റ് ആയി. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് ഹണി സാറിനെ CM ആക്കിയിരിക്കുകയാണ്. ഞാനാണിപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. നിനക്ക് സിഎമ്മിന്റെ അർത്ഥമെങ്കിലും അറിയാമോ? AM പകല്, PM രാത്രി, അപ്പൊ CM വൈകിട്ടാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഈ സിറ്റിയുടെ കാര്യം കട്ടപ്പുക. CM ആയാൽ നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ആദ്യം മാഡം തക്കാളി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലേ, ഞാൻ പോയി അത് മേടിച്ചോണ്ട് വരാം. പക്ഷെ ഇവരൊക്കെ എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നേ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ടൊമാറ്റോ വാങ്ങിച്ചോണ്ട് വരാം. കമാൻഡേഴ്സിന്റെ അടുത്ത് സംസാരിക്കരുത്, അവർ ചിലപ്പോ നിന്നെ തല്ലും. നിനക്കറിയാമോ, CM സിറ്റിയിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. ശരിയാ പറഞ്ഞത്. ജനങ്ങളെ സഹായിക്കണം. നീ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ നോക്ക്. ശരി, ഞാൻ എല്ലാരെയും സഹായിക്കാം. మన సీఎం గారు ఏం చెప్పారంటే ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്തൊക്കെയത്? എല്ലാവരും ശ്രദ്ധിക്കുവിൻ. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ഓടിക്ക് ഈ പോപ്പട്ടിനെ. പറയുന്ന കേക്ക്. ഇത്രയധികം ബോട്ടിൽസും തക്കാളിയും മുട്ടയും ഇതെല്ലാം പെറുക്കിയെടുത്താൽ എനിക്കൊരു ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ തുടങ്ങാൻ സാധിക്കും. സംശയമുണ്ടോ? സിഎമ്മിനെ വിളിക്കേ.
ഇതാ എത്തിപ്പോയി നിങ്ങളുടെ മുന്നിൽ നമ്മളുടെ പുതിയ CM മിസ്റ്റർ ഹണി. മനസ്സിലാവുന്നല്ല നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നോട് വേഗം പറയൂ. കാരണം ഞാൻ പട്ടണത്തിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ടിന്നിൽ വരുന്ന ഡ്രിങ്ക്സ് ഉടൻ നിർത്തലാക്കണം. ഏറ് കൊണ്ടപ്പോ എന്തൊരു വേദനയാ. ഞങ്ങൾ മുൻപുണ്ടായിരുന്ന സിഎംന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്തായി? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് വരികയാണ്. ഇനി എല്ലാവരുടെ ഹെയർ സ്റ്റൈലും റൈറ്റിലായിരിക്കണം, മനസ്സിലായോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ കിട്ടിയിരിക്കും. അടുത്ത നിയമം, നഗരത്തിലെ എല്ലാവരും ഒരു കാൽ പൊക്കി വേണം നടക്കാൻ. അങ്ങനെ ഒരു കാല് പൊക്കി പിടിച്ച യോഗ ഞാൻ കണ്ടിട്ടുണ്ട്. യോഗ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇടാ, കാല് പൊക്കി വെച്ചാൽ എങ്ങനെയാണ് നടക്കാൻ കഴിയുക? CM-ന്റെ കാർ ആക്സിഡന്റ് ആക്കിയത് ഇവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ ഈ സിറ്റിയിൽ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കാൻ കഴിയൂ. ഇനി നിങ്ങളൊക്കെ പറയൂ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോബ്ലം എന്താണ്? എന്റെ അമ്മച്ചി, ഇവിടെയുള്ള എല്ലാരും പ്രോബ്ലത്തിലാക്കിയിട്ട് ഇവിടെ എന്ത് പ്രോബ്ലമാണെന്ന് ചോദിക്കുന്നു. ഇവ എങ്ങനെ രാഷ്ട്രീയക്കാരനായി? സാറേ, എന്റെ അപ്പൂപ്പനെ നഗരത്തിൽ നിന്ന് പുറത്തു പോണം. ഈ ട്രാഫിക് കാരണം ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കോ? അത്രേ ഉള്ളൂ. അതിനുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ടല്ലോ. നഗരത്തിലെ എല്ലാ റോഡുകളും കുത്തിപ്പൊളിക്കൂ. റോഡുകളില്ലെങ്കിൽ പിന്നെ ട്രാഫിക് ഇല്ലല്ലോ. സാറേ, 3 ദിവസമായിട്ട് ഞങ്ങളുടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വെള്ളം എത്തിക്കാം. ഇതെന്റെ വാക്കാണ്. ഡാം തുറക്കൂ. ഒരു കുഴപ്പമില്ല, സ്വപ്നമാണോ തോന്നുന്നത്? ഹണി എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവൂ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റി വേൾഡ് മാപ്പിൽ തന്നെ കാണാതെ പോകും. ഹണിച്ചേട്ടാ, ഞാൻ CM-നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നതാ. CM-ന്റെ ആരോഗ്യം പഴയതുപോലായി. അദ്ദേഹം ഹണിയെ കാണാൻ വന്നുകൊണ്ടിരിക്കുക. എന്റെ പൊന്നപ്പോ, ഞാൻ ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കിയേ. CM സാറിന്റെ ആരോഗ്യം ശരിയായി. എപ്പോ വേണമെങ്കിലും സിറ്റിയിലോട്ട് വരാം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനിയാണ് ഹണിക്ക് പണി കിട്ടാൻ പോകുന്നത്. CM സാർ സിറ്റി കണ്ടു കഴിഞ്ഞാൽ ഇവനെ തീർച്ചയായും അകത്താക്കും. നമ്മൾ ഹണിയെ സഹായിച്ചേ മതിയാകൂ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എല്ലാരും വാ. കൈയടിച്ച് എല്ലാവരും വരവേൽക്കൂ നമ്മുടെ പുതിയ CM മിസ്റ്റർ ഹണി. ഹണി, നിന്നെ മാഡം വിളിക്കുന്നു. ദേ ഇപ്പൊ വരാം. കുറച്ചു നേരം മൈക്ക് പിടിച്ചോണേ, ഞാൻ ഇപ്പൊ വരാം. അടിപൊളി, ഞാൻ ഹണിയായി മാറി. വേഗം ചെല്ല്. ഹണി എന്ന് പറയാതെ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഒറ്റ വീക്ക് വെച്ചത് ഞാൻ. സംശയമുണ്ടോ? CM സാർ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് ബണ്ണി. ഹണി, വേഗം സിഎം സാറിനെ വിളിക്കേ. സമയം എത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്? എല്ലാവരും ശാന്തരാകൂ. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എല്ലാരും 2 കാലിലും നടക്കൂ. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഒരു പ്രശ്നമില്ല. രാവിലെ കിച്ചണിൽ വെണ്ണ ഒരുക്കുന്നുണ്ടായിരുന്നു. ഇപ്പതേ CM ഊരിക്കൊണ്ടിരിക്കുകയാണല്ലോ. ട്രാഫിക് അധികമായതിനാൽ റോഡ് എല്ലാം തന്നെ വലുതാക്കാൻ പോവുകയാണ്. ഇവൻ എഴുന്നേറ്റാൽ പിന്നെ ലോകത്തുള്ള ആർക്കും ഉറങ്ങേണ്ടി വരില്ല. സംശയമുണ്ടോ? വെള്ളം വരാത്തത് കൊണ്ട് പൈപ്പ് ലൈൻ എല്ലാം ഉടനെ ശരിയാക്കും. ഞാൻ എല്ലാം തന്നെ പഴയതുപോലെ മാറ്റി. പഴയതുപോലെയല്ല, പഴയതിനേക്കാളും നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. വിജയിക്കട്ടെ. മുഖ്യമന്ത്രി തിരിച്ചു വന്നല്ലോ. സിഎം സാർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഹണി, ഈ നഗരത്തെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്തായാലും നീ ഈ നഗരത്തെ നന്നായി ഡെവലപ്പ് ചെയ്ത മോനെ. കൊള്ളാം. അടിച്ചു പൊളിച്ചു തിമർത്തും. മണ്ടത്തരങ്ങൾ കാണിച്ചാലും ഭാഗ്യമുണ്ടെങ്കിൽ അത് നല്ലതായി മാറും. സംശയമുണ്ടോ? കുറച്ചു ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ നഗരത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുമായിരുന്നു. നല്ല കാലം. സിറ്റി എന്തായാലും രക്ഷപ്പെട്ടു. ഹണി, നിന്റെ റിക്വസ്റ്റ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. നിക്ക്, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും നിന്നെ ഈ സിറ്റി ഞാൻ ഏൽപ്പിച്ചിട്ടേ പോവുകയുള്ളൂ. എന്താ, സന്തോഷമായോ? വേണ്ട.